മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് നിങ്ങൾ 100 റോസ് ക്ലീൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1307 രൂപ ലഭിക്കുന്നതാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് പാക്കിലാണെങ്കിൽ 500 റോസ് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് 5664 രൂപയും, പ്രീമിയത്തിലാണെങ്കിൽ 1000 റോസ് നിങ്ങൾ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് 11327 രൂപയും നേടുന്ന പല കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്ക് ഫൈവർ അക്കൗണ്ടിൽ കാണാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇവിടെ 500ഓളം കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടിയതാണ്. അത് നമ്മൾ എക്സലിൽ കോളം വൈസ് ആയിട്ട് നമ്മൾ ഫോർമാറ്റിംഗ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റയെ നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് മാറ്റാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുവഴി നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്നും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെ വർക്ക് ഫ്രം ഹോം, ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ വരുമാനം നേടാമെന്നുള്ള വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫൈവർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഗിഗ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. വളരെ വിവിധ സ്കില്ലുകളുള്ള ആൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് fiverr.com എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച്, അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറിലും മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ ഡാറ്റ ക്ലീൻ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ ഫയൽ, ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു സാമ്പിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു കടൽ പോലെ വ്യാപിച്ച് കിടക്കുന്നതിൽ അതിൽ ചെറിയൊരു കാര്യം മാത്രമാണിത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരമുള്ള വർക്കുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സാമ്പിൾ ഡാറ്റ നോക്കുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക, അതുവഴി നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരമുള്ള ഓൺലൈനായിട്ടുള്ള വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കായാലും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ fiverr.comൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ലിങ്ക്. അതുവഴി നിങ്ങൾക്ക് ഫൈവറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് റവന്യൂ ഏൺ ചെയ്യാം, അതുപോലെ അതിൻ്റെ ഒരു സ്കില്ല്, നമ്മൾ ഡാറ്റ ഫോർമാറ്റിംഗ്, ഡാറ്റ ക്ലീനിങ്ങിൻ്റെ ഒരു സ്കില്ലാണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എക്സൽ വർക്കുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് സെപ്പറേറ്റ് ഓരോരോ വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിലാണ് ഡാറ്റ ക്ലീനിങ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഡാറ്റ ക്ലീനിങ്, അതുപോലെ ഡാറ്റ ഫോർമാറ്റിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ്, കസ്റ്റമർ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ക്ലയൻറ്റ് തന്നിരിക്കുന്ന കുറച്ച് കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ്. ഈ കസ്റ്റമർ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കോളമായിട്ട് പല റോയിലായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നെയിം, അതുപോലെ തന്നെ അഡ്രസ്സ്, പിന്നെ ഏജ്, ജെൻഡർ, ഇത് 4ഉം കൂടിയും മിക്സ് ആയിട്ടാണ് നമുക്ക് ഡാറ്റ കിട്ടിയിരിക്കുന്നത്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡാറ്റയെ നമ്മൾ കോളം വൈസ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് കോളം വൈസ് കൺവേർട്ട് ചെയ്ത് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ചെറിയ സ്കില്ലാണ്. ഇതിൽ കോംപ്ലിക്കേറ്റഡ്, സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. ഓരോ വർക്കും നിങ്ങൾ സ്റ്റെപ്പ് വൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ അഡ്വാൻസ് ആയിട്ടുള്ള വർക്കുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ സാമ്പിൾ വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മളൊരു ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡാറ്റ എന്നുള്ള ടാബിൽ പോവുകയാണ് വേണ്ടത്. അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രം ഫയൽ എന്ന് പറയുന്ന പല രീതിയിൽ നമുക്കിതിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന നമുക്കൊരു വർക്ക് ഷീറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഫ്രം എക്സൽ വർക്ക് ബുക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ആ ഒരു ഫയൽ ഉള്ളത്, ആ ഫയലിനെ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ട് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നേരെ ഓപ്പൺ ആകുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ടുള്ള പവർ ക്വയറി എന്ന് പറഞ്ഞ ടൂളായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ വർക്ക് ബുക്ക് കാണാം. അതിൽ ഷീറ്റ് എന്നുള്ളതാണ്, നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. അതിൽ നമ്മൾ ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് പകരം ട്രാൻസ്ഫോം ഡാറ്റ, നമുക്കത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ക്വയറി എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റർ, മൈക്രോസോഫ്റ്റിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ടൂളാണ്. ആ ടൂളിലേക്കാണ് എത്തുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് കോളംസ് ഉണ്ടാവും. അതുപോലെ ഇവിടെ ഈ വലത്ത് സൈഡിലേക്ക്
ഒന്ന് നോക്കുകയാണെങ്കിൽ അപ്ലൈഡ് സ്റ്റെപ്സ് എന്ന് പറയും. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റെപ്സുകൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മുമ്പത്തെ ഇതിലേക്ക് അണ്ടോ ഒക്കെ അടിക്കുന്നതിന് പകരം നമുക്ക് മുമ്പത്തേത് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഒരൊറ്റ കോളമായിട്ട് നമുക്ക് കോളം വൈസ് ആണിത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്ത ശേഷം സ്പ്ലിറ്റ് കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സ്പ്ലിറ്റ് കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡെലിമീറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് പല രീതിയിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കോമ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിന് പകരം ഇവിടെ ഈ ഓരോ കോമ തന്നിട്ടുള്ള ആണെങ്കിൽ നമുക്ക് കോമ കൊടുക്കാം, അല്ലെങ്കിൽ ഈക്വൽ സൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റം ഏത് രീതിയിൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എനിക്കിത് നെയിം എന്നുള്ളത് ഇവിടെ കൊടുക്കാം. നെയിം എന്നുള്ള എല്ലാ റോയിലും നെയിം എന്നുള്ളതുണ്ട്. അപ്പം നെയിം എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നെയിം എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റായി നെയിം എന്നുള്ളത് ഒന്ന് റിമൂവ് ആയിട്ട് അതൊരു കോളമായിട്ട് വന്നു. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന ഈ കോളം ഡിലീറ്റ് ചെയ്യുന്ന റിമൂവ് കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് റിമൂവ് ചെയ്ത് നെക്സ്റ്റ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് വീണ്ടും ഞാൻ സ്പ്ലിറ്റ് കോളത്തിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ശേഷം നെയിമിന് ശേഷം അഡ്രസ്സ് എന്നുള്ളത് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഏജ് എന്നുള്ളത് കാണാം. അതിനുശേഷം ജെൻഡർ എന്നും കാണാം. അപ്പോൾ ഈ നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ ഏജ്, ജെൻഡർ ആ രീതിയിലാണ് എനിക്ക് കോളംസ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വീണ്ടും സ്പ്ലിറ്റ് കോളത്തിൽ പോകുന്നു. ബൈ ഡെലിമീറ്റർ അടിക്കുന്നു. അതിൽ കസ്റ്റം എനിക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അഡ്രസ്സ്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് അഡ്രസ്സ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് കോളമായിട്ട് കിട്ടി. ഇനി വീണ്ടും ഞാനിതിൽ പോകുന്നു. അതിനുശേഷം സ്പ്ലിറ്റ് കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നത്, ബൈ ഡെലിമീറ്റർ അടിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ഇനി നെക്സ്റ്റ് വേണ്ടത് എനിക്ക് ഏജ് ആണ്. കസ്റ്റം കൊടുക്കുന്നത് ഏജ്. നെക്സ്റ്റ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ജെൻഡർ എന്നുള്ളത് ആണ്. ജെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡെലിമീറ്റർ ഇപ്പോൾ സ്പ്ലിറ്റ് കോളത്തിൽ പോവാം. ഡെലിമീറ്റർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കസ്റ്റം കൊടുക്കുന്ന ഏതാണ് വേർഡ് വേണ്ടത് ആ വേർഡ് കൊടുക്കുക. ഇപ്പം എനിക്ക് നെയിമായി നമ്മൾ ഓരോ കോളത്തിൻ്റെയും പേര് നെയിം, അതുപോലെ തന്നെ അഡ്രസ്, ഏജ്, ജെൻഡർ. ഇപ്പം എനിക്ക് 4 കോളത്തിലായിട്ട് നമുക്ക് മിക്സഡായിട്ട് കിട്ടിയിരുന്ന ഡാറ്റാസിനെ നമുക്ക് മാറ്റി ഇപ്പോൾ 4 കോളംസിൽ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് മുമ്പത്തെ വേർഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലത്ത് സൈഡിലുള്ള ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് കോളം ബൈ ഡെലിമീറ്റർ എന്നുള്ള മുമ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓരോ സ്റ്റെപ്പുകളും ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇനി ലോഡ് ആൻഡ് ക്ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡാറ്റാസ് മുമ്പുള്ള ആ ഒരു വേർഷനിൽ നിന്നും ഡാറ്റ എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള ഡാറ്റ കോളം ആയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഇതുപോലത്തെ പല പല മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാറ്റ ക്ലീൻ ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫൈവറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വർക്കുകൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വേണ്ടത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ഡാറ്റാസും നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഫൈവറിലെ അക്കൗണ്ട് പോവുക. അതിനുശേഷം അവർ ചെയ്ത വർക്കുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. സാമ്പിൾ ഫയലുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സാമ്പിൾ ഫയലുകൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ഡാറ്റാസ് അവർ കൊടുത്തിരിക്കുന്ന അവർ ചെയ്ത വർക്കുകൾ ഉണ്ട്. ഈ സെൻഡ് 700 മെയിൽസ് ഇൻ 12 hours ഇൻ യൂസിങ് 2 അക്കൗണ്ട്. അങ്ങനെ ഓരോ ഇപ്പോൾ എക്സലിലാണെങ്കിൽ മെർജ്ഡ് 22 എക്സൽ ഫയൽസ് ഇൻ ടു 1 മാസ്റ്റർ ഫയൽ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പവർ ക്വയർ ഉപയോഗിച്ചും അതുപോലെ തന്നെ നമുക്ക് പിവോട്ട് ടേബിളൊക്കെ ഉപയോഗിച്ച് പല രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഫൈവറിൻ്റെ അക്കൗണ്ട് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങുക. നിങ്ങളുടെ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക്
ഏൺ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.